ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു കുഞ്ഞു ഡേ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ നമ്മുടെ നിസ്കാരം ഖുർആൻ ഓതലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നേരമൊക്കെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ 6-6:30 ആകുമ്പത്തേനൊക്കെ എണിച്ചിട്ടോ എല്ലാവരും. അപ്പോൾ ഞാൻ വേഗം രാവിലെ വെള്ളം പിടിക്കുന്ന സമയത്ത് കുറച്ച് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു തുണികൾ. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിൽ അങ്ങനെ മുറ്റത്തിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പോഴത്തേനും എല്ലാ പീക്കി ദിവസങ്ങളും പിന്നെ ആരും എണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചേട്ടൻ്റെ പേരക്കുട്ടൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് റയീസ് കുട്ടിനെ ഒന്ന് വിളിച്ചിട്ട് കൂട്ടാം. അപ്പോൾ അവർ 3 നാളും അപ്പം സ്കൂളില്ലാത്തപ്പോൾ സ്കൂളും മദ്രസയൊന്നും ഇല്ല. റിൻഷിമോൾക്ക് മദ്രസയില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ ഫോണ്. അവൻ വന്ന് വിളിച്ചാൽ അവർ വേഗം പോകും. അപ്പോൾ സ്കൂളുള്ള സമയത്ത് വിളിച്ചാൽ എണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ സ്കൂളൊന്നും ഇല്ല പറഞ്ഞാൽ അന്നത്തെ ദിവസം നേരത്തെ എണിക്കുകയും ചെയ്യും. അങ്ങനെ അത് അവരെല്ലാവരും പാടെ 7 മണി ആകാനൊന്നും ആയിട്ടില്ല. അപ്പത്തിനും അവിടെ എത്തിയായി കളിക്കാൻ. ചായ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. എന്നിട്ട് പിന്നെ പാൽ ചേച്ചി 7 മണിക്ക് വന്ന് പാലൊക്കെ കൊണ്ട് തന്ന് എന്നിട്ട് പിന്നെ ചായ വെച്ചിട്ട് അതിനെ ഞാൻ വിളിക്കുകയും കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നിട്ട് റജിക്കുട്ടിയൊക്കെ ചായ കുടിച്ചിട്ടാണ് പിന്നെ കളിക്കാൻ പോയത്. പാല് ഞാൻ 1 ലിറ്റർ പാല് മേടിക്കട്ടെ, പശുവിൻ പാലാണ് മേടിക്കുക. അപ്പോൾ അത് കുറച്ച് വെഴുകിയിട്ടും കുറച്ച് ഇപ്പോഴും കാച്ചി വെക്കും കേട്ടോ. പിന്നെ അന്ന് ഫാത്തിമക്കുട്ടിക്കും പാലും എടുത്തിട്ട് കുറച്ച് ചായയും വെക്കും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ തുണികളൊക്കെ ഒന്ന് തോരടട്ടെ എന്ന് പറഞ്ഞിട്ട് തുണികളൊക്കെ ഒന്ന് ഇടട്ടെ. അപ്പോൾ നേരത്തെ തിരുമ്പി വെച്ചുകൊണ്ട് പിന്നെ ആ സമയത്ത് തിരുമ്പി വെച്ചു. പിന്നെ ഇടാൻ പുറത്തേക്ക് ഇത്തിരി കൂടി വെളിച്ചം വെച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ അവിടെ വെച്ചാണ് കേട്ടോ. പിന്നെ വന്നതും നമുക്കൊന്ന് തോരട്ട് ഇനി വേണം അടുക്കളയിലേക്ക് കയറാനായിട്ട്. അവിടെ പാലും ഒക്കെ ഒന്ന് വൈകുന്നേരത്തേക്കുള്ള പാലൊക്കെ ഒന്ന് കാച്ചി വെക്കണം. കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് പച്ചരി കൊണ്ട് കുറച്ച് ചോറ് വെക്കാൻ വിചാരിച്ചു കേട്ടോ. നെയ്ച്ചോറ് പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് റിയാസ്ക്ക് ചിക്കൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും വെച്ച് പച്ചരി കൊണ്ട് നെയ്ച്ചോറ് പോലെ വെക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് പിന്നെ ഉറങ്ങി എണിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ ഇല്ലല്ലോ. അപ്പോൾ എണിക്കാൻ നേരമാവും. ഒരു 9 മണിയൊക്കെ ആവും എണിക്കുമ്പോൾ. സ്കൂളില്ലാത്ത സമയത്ത് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചരി ആയതുകൊണ്ട് നമുക്ക് ചിക്കൻ കൊണ്ടുവരുമ്പോഴത്തേനും വേഗം ചോറൊക്കെ വെക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ തുണി തോരടൽ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ 3 ആൾ അവിടെ നിന്ന് ഒരേ കളിയിലാണ് കേട്ടോ. അവരുടെ ചേട്ടൻ്റെ കണ്ടില്ലേ സിറ്റൗട്ടിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. മേലെ പോകുമ്പോഴാണ് ആകെ പേടി. പിന്നെ ഒത്തിരി മഞ്ഞും ഉണ്ട് കേട്ടോ. മഞ്ഞ് പോയിട്ടില്ല. മുകളിൽ വിളിച്ചിട്ട് വരുന്നില്ല. അവർ ഒരേ കളിയാണ്. പിന്നെ അങ്ങനെ റൈസ് കുട്ടി അങ്ങോട്ട് കൊണ്ട് ഓടിയിട്ട് എന്തൊക്കെയോ എടുത്തിട്ട് വീണൊക്കെ ഉണ്ട്. പിന്നെ ഇതാ പാല് ഞാൻ വൈകുന്നേരത്തിനുള്ള പാല് കാച്ചിയിട്ട് കുറച്ച് പാത്തുക്കുട്ടിക്കുള്ള പാലും എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കാച്ചി വെക്കുക കേട്ടോ. പിന്നെ പറഞ്ഞില്ല പച്ചരി നല്ല റേഷൻ കടയിൽ നിന്ന് ഇപ്രാവശ്യം കിട്ടിയ പച്ചരി നല്ല പച്ചരി കേട്ടോ. അപ്പോൾ നമുക്കത് ഇങ്ങനെ ചക്കരച്ചോറും നെയ്ച്ചോറൊക്കെ വെക്കാൻ നല്ല മാതിരിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കുറേ വട്ടം ഇതിൽ തന്നെ കേട്ടോ ചോറ് വെക്കൽ. അധികം അന്ന് മാത്രം ഒന്ന് ബിരിയാണി അരി വാങ്ങിയത്. അപ്പോൾ നമ്മുടെ അടുപ്പിൽ ചാരമൊക്കെ നിറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ പട്ടയും ചകിരിയൊക്കെ കത്തിക്കണ കാരണം നല്ല ചാരം കിട്ടും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വാരിയിട്ട് കത്തിപ്പിടിപ്പിക്കാനാട്ടോ പാട്. കത്തിപ്പിടിച്ചതിന് പിന്നെ നല്ല ചൂട് സമയമല്ല. അപ്പോൾ വേഗം കത്തുകയും ചെയ്യും. അപ്പോൾ ഒരു കവർ ഇങ്ങനെ കത്തിച്ചിട്ട് 2 കൊള്ളി വിറകും വെച്ച് കൊടുത്താൽ വേഗം കത്തും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഓലക്കൊടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ അടുപ്പിൻ്റെ ഓരത്ത് ഓലക്കൊടിയൊന്നും വെക്കണില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ. പെട്ടെന്ന് തീ എന്തെങ്കിലും താഴത്ത് വീണ് കഴിഞ്ഞാൽ ഒന്നായി കത്തിപ്പിടിച്ചാലോ പറഞ്ഞിട്ട് ഒരിക്കൽ അങ്ങനെ ആയ കാരണം ഞാൻ പിന്നെ വെക്കലില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യമുള്ള വിറക് അപ്പുറത്തുനിന്ന് ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ കത്തിപ്പിടിപ്പിക്കലാണ്. ഇപ്പോൾ ചോറ് വെക്കാനും കൂട്ടാൻ വെക്കാനൊക്കെ. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഞാൻ അടുപ്പിൽ തന്നെ കേട്ടോ വെക്കണം. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എടുത്തിട്ടല്ലേ ഉള്ളൂ. ഗ്യാസിനൊക്കെ നല്ല വിലയല്ലേ ഇപ്പോൾ. അപ്പോൾ ആവുന്നതും ഞാൻ അടുപ്പിൽ തന്നെ കേട്ടോ വെക്കുക. ചോറും കറിയൊക്കെ ഞാൻ അത്യാവശ്യം ചായ താളിപ്പ് അങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ഗ്യാസ് ഉപയോഗിക്കണുള്ളൂ ഇപ്പോൾ. അപ്പോൾ വട്ടയൊക്കെ ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കഴുകാൻ വിചാരിച്ചിട്ടൊക്കെ ഒന്ന് ഒലിമ്പെടുക്കാം കേട്ടോ. ഞാൻ വട്ടയൊക്കെ ഒന്ന് കഴുകി നമുക്ക് പച്ചരി നെയ്ച്ചോറ് പോലെ വെക്കാൻ വിചാരിച്ചിട്ട് വെറും പുകയും കരിയും ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ ഇത് അടുക്കള ഇപ്പുറത്തുള്ള അടുക്കള കേട്ടോ. ലാസ്റ്റത്തെ അടുക്കളയാണ്. ഇവിടെയാണ് അടുപ്പും കൊട്ടത്തളും ഇങ്ങനെ ഡ്രമ്മിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം പിന്നെ അപ്പുറത്താണ് നമ്മുടെ ഗ്യാസ് അടുപ്പ്. അവിടെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് കാരണം കയറി ഇറങ്ങി തന്നെ വേണം.
പിന്നെന്താ തൊട്ടാൽ പിടിച്ചാൽ കയ്യിലൊക്കെ കരിയും ആവും. അതാണ് ആകെ പ്രയാസം. പിന്നെന്താ നമുക്ക് അടുപ്പിൽ വെച്ച് സാധനങ്ങൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് റിയാസ്ക്കൊക്കെ അടുപ്പിൽ വെച്ച് കഴിക്കണതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. എന്ത് കറിയാണെങ്കിലും, ചിക്കൻ കറിയാണെങ്കിലും ശരി, മീൻ കറിയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി കേട്ടോ, നമുക്ക് അടുപ്പിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ കുളിയൊക്കെ പിന്നെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കാൻ കയറിയത്. അപ്പോൾ ഞാനിതാ പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കൊണ്ടുവരുമ്പോഴത്തേനും വേഗം ഒന്ന് ചോറ് ആക്കിയെടുക്കാൻ വിചാരിച്ചു. പിന്നെ വെളുത്തുള്ളിയൊക്കെ എന്താ വില അല്ലേ. ഞാനിതിൽ വെളുത്തുള്ളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും പട്ടയും ഗ്രാമ്പും ഇത് മാത്രം തന്നെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു നെയ്ച്ചോറിൻ്റെ ഒരു ചൂരുമണമൊക്കെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചാലും നന്നായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. നല്ല അരിയാണെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയും വെക്കാമല്ലോ. പച്ചരി ഞാൻ ഇങ്ങനെയും വെക്കും. പിന്നെ അരിപ്പൊടി പൊടിച്ചിട്ട് പത്തിരി പുട്ടൊക്കെ ഉണ്ടാക്കും ചെയ്യും കേട്ടോ. അങ്ങനെയും ചെയ്യും. പിന്നെ റിയാസ്ക്ക് കുറച്ച് പൊടിച്ച് കൊണ്ടുവരും. ഞാനിതാ ഒക്കെ വണക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരിക്കനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ നിങ്ങൾക്ക് റെസിപ്പി കാണിക്കണ്ടല്ലോ അല്ലേ. നെയ്ച്ചോറും ബിരിയാണി വെക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാനിങ്ങനെ സിമ്പിളായിട്ട് എൻ്റെ ഒരു രീതിക്ക് ഞാൻ അങ്ങനെ വെക്കും കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും, കഴിക്കാനും നന്നായിരിക്കും. പിന്നെ ഞാൻ വെള്ളമൊക്കെ തിളച്ച ശേഷം അരി ഇട്ട് കൊടുത്ത് അങ്ങനെ ദമ്മൊക്കെ ഇട്ട് ചോറങ്ങനെ വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചോറ്. കഴിക്കാനും നല്ല ടേസ്റ്റിനായിരുന്നു. പിന്നെ ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നന്നായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ കുറച്ചിട്ടാട്ടോ വീഡിയോ എടുത്തിട്ട് അധികം ലെങ്ത്താവും പറഞ്ഞിട്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കാൻ തന്നിട്ടില്ല കേട്ടോ. പിന്നെ എന്താ പറഞ്ഞാൽ പണിയും വീഡിയോ എടുക്കലും ഒക്കെ പാടെ നടക്കുന്നില്ല. ഒരു കയ്യിൽ ഫോണാകുമ്പോൾ നമുക്ക് പണി എടുക്കാനും ബുദ്ധിമുട്ടല്ലേ. അപ്പം വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കേട് വന്ന് പോകും. അപ്പം എന്നിട്ട് ഫോണിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടാണ് ഞാൻ വേഗം തുടച്ചെടുക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഇതാ നമ്മളങ്ങനെ ദമ്മിട്ട് പിന്നെ കുറച്ച് നേരം ദമ്മൊക്കെ ഇറക്കി വെച്ച് ചോറ് വന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ട് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പച്ചരിയിൽ വെച്ചാന്നേ പറയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഇതാ ചിക്കൻ പിന്നെ റിയാസ്ക്ക് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേഗം ഉള്ളി ഇതൊക്കെ വണക്കിയിട്ട് നല്ല ചിക്കൻ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല നാടൻ കറി പോലെ വെച്ചിട്ടുണ്ടായിട്ടോ മൺചട്ടിയിൽ തന്നെ. അപ്പോൾ അതങ്ങനെ അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിന് കുറച്ച് എടുത്തിട്ട് ഞാൻ കുട്ടികൾക്ക് വറുത്ത് കൊടുത്തു കേട്ടോ. കുട്ടികൾക്ക് അധികം ചിക്കൻ തന്നെ ഇഷ്ടം. അപ്പോൾ അതിന് കുറച്ച് വറുക്കുകയും ചെയ്ത് പിന്നെ എല്ലാവരും 2 മണിയാകുമ്പോഴത്തേക്കും പിന്നെ ചോറ് കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. കുട്ടികൾക്കും റിയാസ്ക്കൊക്കെ ചോറ് കൊടുത്തിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കാൻ തന്നില്ല. ഇനി എല്ലാവരും കഴിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് കേട്ടോ കുറേ. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.